പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു കഥ പറഞ്ഞ് തുടങ്ങാം. ന്യായപ്രമാണം കിട്ടാൻ താമസിക്കുന്ന എന്താണെന്നറിയാൻ മോശ മുകളിലേക്ക് കയറി ചെന്നു. അപ്പോൾ അവിടെ ദൈവം എഴുതപ്പെട്ട ന്യായപ്രമാണത്തിൽ ചില വാക്കുകളുടെ മുകളിൽ കിരീടങ്ങൾ തുന്നി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മോശയ്ക്ക് അല്പം ചുണ്ടി വന്നു. മോശ ചോദിച്ചു, ദൈവമേ, നീ എന്താണ് ഈ ചെയ്യുന്നത്? അപ്പൊ ദൈവം പറഞ്ഞു, നിനക്ക് ശേഷം ഒരു മഹാൻ വരും, അവൻ ഈ കിരീടങ്ങളെ വ്യാഖ്യാനിക്കും. അതാരാണ്? എനിക്ക് കാണാൻ താല്പര്യമുണ്ട്. നീ അല്പം പിന്നോട്ട് മാറി നിൽക്കൂ. മോശ 8 നേര പുറകിൽ പോയിരുന്നു. റബി അക്കീബ ബെൻ ജോസഫിന്റെ പഠന ക്ലാസ് റൂമിലാണ് ഇരിക്കുന്നത്, 8ാമത്തെ ബെഞ്ചിൽ. റാബി പ്രസംഗിക്കുന്നത് മോശ അസ്വസ്ഥതയോടെയും അസൂയോടെയും കേട്ടോണ്ടിരുന്നു. ക്ലാസ് കഴിയുമ്പോൾ റാബി അക്കീബ പറഞ്ഞു, ഇതൊക്കെ മോശയാണ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്. തന്റെ പേര് അക്കീബ പറഞ്ഞതിൽ സന്തുഷ്ടനായ മോശ തിരികെ ദൈവത്തോട് ചോദിച്ചു, ഇവൻ ആരാണ്? ഇവനാണ് ഭാവിയിൽ നിന്റെ ന്യായപ്രമാണങ്ങളെ വ്യാഖ്യാനിച്ച് യഹൂദ ജനത്തെ നയിക്കാനുള്ളവൻ. AD 70 യെരുശലേം ദൈവാലയം തകർക്കപ്പെട്ടതിന് ശേഷം നിരാശരായ ഹതാശരായ യഹൂദർ, അവർ ബഹുഭൂരിപക്ഷവും കൊല്ലപ്പെട്ടു. 1.5 ലക്ഷത്തോളം പേർ പ്രവാസികളായി പിടിക്കപ്പെട്ടു. പിന്നീട് തന്റെ ജനത്തെ എങ്ങനെ നയിക്കണം, എങ്ങനെ നടത്തണം എന്ന ചിന്തയുമായി റാബി അക്കീബ ബെൻ ജോസഫ്, അദ്ദേഹമാണ് യേശുക്രിസ്തു സൂചിപ്പിച്ച തന്റെ ശത്രു, ക്രിസ്ത്യാനിത്വത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശത്രു റാബി അക്കീബ ബെൻ ജോസഫ്. എങ്ങനെയാണ് ക്രിസ്ത്യാനിത്വത്തെ പ്രതിരോധിക്കേണ്ടത്, തന്റെ ജനത്തെ രക്ഷിക്കേണ്ടത്? യഹൂദന്മാർ ഒരിക്കലും ഒരു അക്ഷര കേന്ദ്രീകൃത സമൂഹമായിരുന്നില്ല, മറിച്ച് അവർ ദൈവാലയ കേന്ദ്രീകൃതരും ആരാധനാ കേന്ദ്രീകൃതരും ആയിരുന്നു. അനുഷ്ഠാനപരമായ ആചാരപരമായ ബലികളും യാഗങ്ങളും കർമ്മങ്ങളും പൂജകളും വിധികളും ഒക്കെയായി ദൈവാലയത്തെ ചുറ്റിപ്പറ്റിയിരുന്ന യഹൂദന്റെ ആശയും പ്രതീക്ഷയും സ്വപ്നവും അവന്റെ കേന്ദ്രവുമായ ദൈവാലയം തകർക്കപ്പെട്ടപ്പോൾ ദൈവാലയം പുനർനിർമ്മിക്കുക ഏറെക്കുറെ അസാധ്യമാണെന്ന് ബോധ്യപ്പെട്ടു. എങ്കിലും അതിനൊരു ശ്രമം കൂടെ നടത്തുവാനും, ഇനി അഥവാ അത് വിജയിച്ചില്ലെങ്കിൽ ദൈവാലയമോ യാഗമോ ഇല്ലാതെ തന്നെ യഹൂദ കമ്മ്യൂണിറ്റിയെ പുതിയൊരു മോഡലിൽ കൊണ്ടുപോകുവാൻ, ഒരു പുസ്തക മതമാക്കി മാറ്റുവാൻ തീരുമാനിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് അത് ഫലം കണ്ട വ്യക്തിയാണ് റാബി അക്കീബ. അദ്ദേഹത്തിന്റെ സ്കൂള് ജാമ്യയിലായിരുന്നു. 24,000 വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്രയേറെ യഹൂദ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ, ഇന്ന് ഏതൊരു യഹൂദനോട് ചോദിച്ചാലും മോശയേക്കാൾ ഒരു പടി മുന്നിലാണ് അക്കീബയുടെ സ്ഥാനം ഓരോ യഹൂദന്റെയും മനസ്സിൽ. അക്കീബയാണ് ഇന്ന് നിങ്ങളിവിടെ ഉദ്ധരിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന താൽമൂദുകൾ. ബാബിലോണിയൻ താൽമൂദ്, ജെറുസലേം താൽമൂദ് എന്നൊക്കെ നമ്മൾ പേരിടുമ്പോൾ ഈ താൽമൂദുകളുടെ പിന്നിൽ മിഷ്ന, മിഡ്രാഷ്, ഇതിന്റെയൊക്കെ പിന്നിൽ ഫാദർ ഓഫ് മിഷ്ന എന്നാണ് അക്കീബ അറിയപ്പെടുന്നത്. ഈ അക്കീബയുടെ തോസെഫ്ത യദായിം എന്ന പുസ്തകത്തിൽ 2ാം അധ്യായം 13ാമത്തെ വാക്യത്തിൽ അക്കീബ പറഞ്ഞിട്ടുണ്ട്, ഗോസ്പൽസ് ആൻഡ് ഹെററ്റിക്കൽ ബുക്സ് ഡു നോട്ട് ഡിഫൈൽ ദ ഹാൻഡ്സ്, തങ്ങളുടെ കൈകളെ മലിനമാക്കാൻ അനുവദിക്കരുത്. അപ്പോൾ സുവിശേഷങ്ങൾക്കെതിരെ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തുറന്നു പറയുന്നത്, ദ ബുക്ക് ഓഫ് ബെൻ സീറ ആൻഡ് ഓൾ അതർ ബുക്സ് റിട്ടൺ ഫ്രം ദെൻ ഓൺ ഡു നോട്ട് ഡിഫൈൽ ദ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ ബെൻ സീറ, ബാറാ സീറായുടെ അല്ലെങ്കിൽ സിറായുടെ മകനായ വ്യക്തിയുടെ ആ പുസ്തകം, അതായത് പ്രഭാഷകൻ എന്ന ഗ്രന്ഥം ഇന്ന് POC ബൈബിളിൽ കാണുന്ന ആ ഗ്രന്ഥത്തിന് ശേഷം എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തെയും നമ്മൾ സ്വീകരിക്കരുത്, ഗോസ്പൽസിനെയും സ്വീകരിക്കരുത്. ഉദ്ദേശം വളരെ വ്യക്തമാണ്. ക്രിസ്തീയ സുവിശേഷത്തിന് ലഭിച്ച പ്രചാരവും ക്രിസ്ത്യാനിത്വത്തിന്റെ വളർച്ചയും വർദ്ധിച്ചു വരുന്ന സ്വാധീനതയും തന്നെ അസ്വസ്ഥപ്പെടുത്തുകയും, അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ക്രെഡിബിലിറ്റിയെ കട്ട് ചെയ്യേണ്ടതിന് ഒരു കൊമ്പിനെ മുറിക്കുമ്പോൾ കുറെ കൂടെ താഴ്ത്തി വെച്ച് മുറിക്കുന്നത് പോലെ അതുവരെ യഹൂദന്മാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളിൽ ഈ ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥം മാത്രം നിങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞാൽ സംശയിക്കാനിടയുള്ളത് കൊണ്ട് തന്റെ നിരോധനാജ്ഞയ്ക്ക് കുറെ കൂടെ വിശ്വാസ്യതയും ആധികാരികതയും വരേണ്ടതിന് അദ്ദേഹം കുറെ കൂടെ പുറകിലോട്ട് മാറ്റിവെച്ച് മുറിച്ചു. ക്യാൻസർ ട്രീറ്റ് ചെയ്യുമ്പോൾ ക്യാൻസർ ഉള്ള കോശങ്ങൾ മാത്രം മുറിച്ചു നീക്കുന്നതിന് പകരം കുറെ കൂടെ പുറകിലിട്ട് മാറ്റി അവയവം മുറിക്കുന്നു എന്നതുപോലെ ഇതാ നോക്കൂ, കൃത്യമായി ഗോസ്പൽസിനെ മാത്രം നിരാകരിക്കാതെ അദ്ദേഹം പറയുകയാണ്, ബാറാ സീറയ്ക്ക് ശേഷമുള്ള സകല പുസ്തകങ്ങളും നിങ്ങൾ കൈകൊണ്ട് തൊടരുത്. എന്താണ് അങ്ങനെ ഒരു നിരോധനാജ്ഞ? ബാറാ സീറയ്ക്ക് ശേഷമുള്ള പുസ്തകങ്ങൾ യഹൂദന്മാർ കൈകൊണ്ട് തൊട്ടിരുന്നു, കൈകാര്യം ചെയ്തിരുന്നു, തിരുവെഴുത്തെന്ന് വിശ്വസിച്ചിരുന്നു എന്ന് ശത്രുവിന്റെ വാമൊഴി നമുക്ക് സാക്ഷ്യമായിട്ട് നിൽക്കുകയാണ്.
ഇത് എത്രയും വലിയ തെളിവ്, ഇതിനേക്കാൾ വലിയ തെളിവ് നമുക്ക് കിട്ടാനില്ല. കാരണം 1-ാം നൂറ്റാണ്ടിലെ യഹൂദന്മാർ, BC കാലഘട്ടത്തിലുണ്ടായിരുന്ന യഹൂദന്മാർ നെഞ്ചേറ്റിൽ ആളിച്ചിരുന്ന പുസ്തകങ്ങളാണത്. അതിന്റെ ഏറ്റവും വലിയ ചരിത്രപരമായ തെളിവല്ലേ കുമ്രാൻ കമ്മ്യൂണിറ്റിയുടെ ഭണ്ണാരങ്ങൾ, ഭരണികൾ പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് ഈ ഡിയോട്രോ കാനോനിക്കൽ ബുക്സ് കിട്ടിയില്ലേ? അത് ഗ്രീക്ക് ഭാഷയിൽ മാത്രമാണോ? എബ്രായ ഭാഷയിലുള്ളതും പൊങ്ങി വന്നില്ലേ? പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തെ നോക്കി പല്ലടിച്ചുകൊണ്ട് ഇന്നും മ്യൂസിയങ്ങളിൽ ഇരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ് വരാനുള്ളത്? ഈ തെളിവ് ഞാൻ ഒന്നാമത് വെക്കുന്നത് ഈ റാബി അക്കീബായുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പറഞ്ഞ പുസ്തകങ്ങളെ നിരാകരിക്കുക എന്നുള്ളത്. ഇവിടെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഈ അപ്പോക്രിഫ എന്ന വാക്കാണ്. അപ്പോക്രിഫ എന്ന വാക്ക് നോൺ കാനോനിക്കൽ, കനോനികേതരം എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് ഡിയോട്രോ കാനോനിക്കൽ എന്ന പദമാണ്. ഇത് തമ്മിൽ പലപ്പോഴും മാറ്റി മറിച്ച് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്നെ ശ്രോതാക്കൾ മനസ്സിലാക്കുക, ഡിയോട്രോ കാനോനിക്കൽ ബുക്സ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഡിയോട്രോണമി എന്നതുപോലെ ദ്വിതീയ കാനോനാണ്, മറ്റേ പ്രോട്ടോ കാനോനിക്കൽ ആണ്. പ്രോട്ടോ കാനോനിക്കൽ ബുക്സും there are proto canonical books and deutero canonical books. Both are scriptures. രണ്ടും സ്ക്രിപ്ചർ ആയിട്ടാണ് ഏർലി ചർച്ച് സ്വീകരിച്ചിട്ടുള്ളത്, യേശു കർത്താവ് സ്വീകരിച്ചിട്ടുള്ളത്, ശിഷ്യന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. ആദിമ സഭയുടെ ബൈബിൾ, ഈ പറഞ്ഞ ഡിയോട്രോ കാനോനിക്കൽ ബുക്സ് അടക്കം ഉൾക്കൊള്ളുന്ന സെപ്റ്റുജിന്റ് ആയിരുന്നു ആദിമ സഭ സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഒരു പുസ്തക കേന്ദ്രീകൃത മതമല്ലായിരുന്നു യഹൂദൻ എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ യഹൂദന്മാരുടെ ഇടയിൽ വിവിധ സെക്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പായിട്ട്, ഒരു മോണോലിത്തിക് സമൂഹമായിട്ടല്ല അവർ നിന്നിരുന്നത്, മറിച്ച് അവരുടെ ഇടയിൽ വിവിധ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ സമൂഹങ്ങൾക്കെല്ലാം വിവിധ രീതിയിലാണ് അവർ പുസ്തകങ്ങളെ സ്വീകരിച്ചിരുന്നത്. ഒരേ രീതിയിൽ ഒരു യൂണിഫൈഡ് മോഡലിലായിട്ടല്ല സ്വീകരിച്ചിരിക്കുന്നത്. യഹൂദന്മാരുടെ സെക്റ്റുകളുടെ ഇടയിലെ ഒരു സെക്ട് ആയിട്ടാണ് ഈ ക്രിസ്ത്യൻ പരീശന്മാരും സമരിറ്റൻസും സാദൂസ്യൻസും എരിവുകാർ അല്ലെങ്കിൽ സെലറ്റ്സും പിന്നെ പ്രവാസി യഹൂദന്മാരും യസീനുകളും അതിനോടൊപ്പം തന്നെ വന്നതാണ് ക്രിസ്ത്യൻസ് എന്നൊരു ഗ്രൂപ്പ്. പിന്നീടാണ് അതൊരു മതമായിട്ടൊക്കെ രൂപാന്തരപ്പെട്ടു വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ ഡിയോട്രോ കാനോനിക്കൽ ബുക്സ് അടങ്ങുന്ന ഒരു തിരുവെഴുത്തുകളുടെ ശേഖരത്തെയാണ് ആദിമസഭ ഉൾക്കൊണ്ടിരുന്നത്, സ്വീകരിച്ചിരുന്നത്. അതിന്റെ തെളിവ് ചരിത്രത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ ഡിയോട്രോ കാനോനിക്കൽ ബുക്സിനെ ബൈബിളിലേക്ക് ആരെങ്കിലും കൂട്ടിച്ചേർത്താണോ? ഇന്ന് പലപ്പോഴും പഠിക്കുന്ന ആളുകൾ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും ബൈബിളിനോട് എന്തോ ഒന്ന് കൂട്ടിച്ചേർത്തു, അതുകൊണ്ട് തിരുവെഴുത്തുകളോട് കൂട്ടിച്ചേർക്കുന്ന ഒരു പാപദോഷം അവർ ചെയ്തു എന്ന രീതിയിലാണ്. ചരിത്രം പരിശോധിച്ചാൽ ഇത് കൂട്ടിച്ചേർക്കുകയാണോ എടുത്തു മാറ്റുകയാണോ ചെയ്തതെന്ന് നോക്കുക. ബൈബിളുകളുടെ തെളിവ് നോക്കിക്കഴിഞ്ഞാൽ മാത്യൂസ് ബൈബിൾ 1537, മൈൽസ് കവർഡെയിൽ ബൈബിൾ 1535, ടാവർനസ് ബൈബിൾ 1551, ദ ഗ്രേറ്റ് ബൈബിൾ 1541, ജനീവ ബൈബിൾ 1520, കിങ് ജെയിംസ് വേർഷൻ KJV ബൈബിൾ 1611 വരെയുള്ള വേർഷൻസ്. ഇതിനകത്തെല്ലാം ഈ ഡിയോട്രോ കാനോനിക്കൽ ബുക്സ് ഉണ്ട്. പിന്നീട് ഈ പ്രൊട്ടസ്റ്റന്റുകാർ ഇത് എടുത്തു മാറ്റുകയായിരുന്നു. അതായത് സഭയുടെ യാത്രയിൽ 1500 വർഷം സഭ തിരുവെഴുത്തുകളായി ആദരിക്കുകയും സൂക്ഷിക്കുകയും ബഹുമാനിക്കുകയും നെഞ്ചേറ്റിലാളിക്കുകയും വായിക്കുകയും പ്രബോധിപ്പിക്കുകയും ധ്യാനിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ പുസ്തകങ്ങളെ 16-ാം നൂറ്റാണ്ടിൽ ഇവർ എടുത്തു മാറ്റി, മുറിച്ചു മാറ്റി, എന്നിട്ടിപ്പോൾ അതിന് ദോഷം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ദയനീയമായ കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് ഒത്തിരി ആളുകൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ 1947 കുമ്രാൻ സ്ക്രോൾസ് അല്ലെ ഡെഡ് സീ സ്ക്രോൾസ് കണ്ടെത്തിയതോടുകൂടെ അവരുടെ വാദങ്ങളുടെ മോന ഒടിഞ്ഞു മടങ്ങി. ഈ പറഞ്ഞ ഡിയോട്രോ കാനോനിക്കൽ ദ്വിതീയ കാനോനെ അപ്പോക്രിഫ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്ന, അല്ലെങ്കിൽ അത് വേണ്ടാത്ത പുസ്തകമാണെന്നൊക്കെ പറഞ്ഞിരുന്ന എല്ലാ വാദങ്ങളും ഉടഞ്ഞുപോയി എന്നുള്ളതാണ് ചരിത്രം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതുമ്പോൾ 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, when time had fully come, God sent his son under the law born of a woman. When time had fully come, കാലം അതിന്റെ പൂർണ്ണതയിലെത്തിയപ്പോൾ. എന്താണ് കാലം പൂർണ്ണതയിലെത്തുന്ന? ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ God was preparing the world. പ്രമുഖ പ്രൊട്ടസ്റ്റന്റ് തിയോളജിയനായിരിക്കുന്ന ഡൊണാൾഡ് ഗത്രിയുടെ ന്യൂ ടെസ്റ്റമെന്റ് ഇൻട്രൊഡക്ഷനിൽ അദ്ദേഹം പറയുന്നു, how God prepared the world. God was preparing the world in different ways. പൊളിറ്റിക്കലി, രാഷ്ട്രീയപരമായി, മതപരമായി, സാമൂഹികപരമായി, പലതരത്തിൽ ദൈവം ലോകത്തെ
തന്റെ പുത്രനെ അയക്കാൻ വേണ്ടി പരുവപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതിൽ ശ്രദ്ധേയമായിട്ടൊന്നാണ് ഗോഡ് വാസ് പ്രിപ്പയറിംഗ് ദ വേൾഡ് ലിംഗ്വിസ്റ്റിക്കലി ഓൾസോ, ഭാഷാപരമായും പരുവപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ പരുവപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ദൈവിക ശബ്ദം നിലച്ചുപോയി, ദൈവത്തിന്റെ ശബ്ദം ഇല്ലായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നിശ്ചയമായും ദൈവത്തിന്റെ ശബ്ദം ഒരിക്കലും നിൽക്കുന്നില്ല, പ്രവചനം നിലച്ചുപോയി എന്നൊക്കെ വാദം ജയിക്കാൻ വേണ്ടി പലരും, പെന്തക്കോസ്തുകാർ പോലും ചിലപ്പോൾ അറിയാതെ പറയുന്നു പ്രോഫസി സീസ്ഡ് എന്നൊക്കെ പറയുന്നു. പ്രവചനം നിന്നുപോയി, ദൈവത്തിന്റെ ശബ്ദമോ ദൈവത്തിന്റെ പ്രവർത്തനമോ ദൈവത്തിന്റെ ഇടപെടലോ ഒരിക്കലും നിലയ്ക്കാത്തതാണ്. ദൈവം നിരന്തരമായി തന്റെ മനുഷ്യ മക്കളെ സന്ദർശിച്ചു, സ്നേഹിച്ച് അവരോട് ഇടപെട്ട് നിൽക്കുന്നു. ദൈവം മനുഷ്യനോട് കൂടെ നടക്കുന്നു. അതുകൊണ്ട് 400 വർഷം മുമ്പ് ആ പ്രവർത്തനം നിന്നുപോയി. മത്തായി സുവിശേഷം 23 പറയുന്നുണ്ട്, സക്കറിയാവ് വരെ, അവിടെ സക്കറിയാവ് വരെയാണ് എന്ന് പറഞ്ഞ യേശു കർത്താവിന്റെ ഒരു പ്രവചനം. ഹാബേൽ മുതൽ സക്കറിയാവ് വരെ. ആ സക്കറിയാവ് വരെ എന്ന് പറയുമ്പോൾ അത് 2 ദിനവൃത്താന്തം 24-ാം അധ്യായത്തിൽ യഹോയാദ പുരോഹിതന്റെ മകനായ സക്കറിയാവിനെ കൊന്നതാണ് പലപ്പോഴും എടുത്തു കാണിക്കുന്നത്. അതിനകത്ത് ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, അത് BC 800 കാലഘട്ടത്തിലാണ് യോവാശ് രാജാവായി ഇസ്രായേലിൽ ഭരിച്ചിരുന്നത്. അതിനുശേഷം എത്രയോ പ്രവാചകന്മാർ ഇസ്രായേലിൽ വന്നു. എത്ര പ്രവാചകന്മാർ വന്നു. മലാക്കി അടക്കമുള്ള പ്രവാചകന്മാർ വന്നത് ഈ പറഞ്ഞ സക്രിയാവിന് ശേഷമാണ് എന്നുള്ള കാര്യം അവഗണിക്കരുത്. അനേക പ്രവാചകന്മാരെ നമുക്ക് അതിന് ശേഷം കാണാൻ പറ്റും. ഈവൻ ബൈബിളിൽ തന്നെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളെയും നമുക്ക് ഈ സക്രിയാവിന് ശേഷം കാണാൻ പറ്റും. അതുകൊണ്ട് മത്തായി സുവിശേഷം 23 യേശുക്രിസ്തു ഒരു കാനാനെ പറ്റിയുള്ള സൂചനയാണ് കൊടുത്തതെന്നുള്ളത് പരമ അബദ്ധമായ കാര്യമാണ്. കാരണം ആ കാര്യം അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഈ പറഞ്ഞ എബ്രായ ലേഖനം 11-ാം അധ്യായത്തില് ഈ പീഡ അനുഭവിച്ച വിശുദ്ധന്മാരെ കുറിച്ച്, വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ചില സ്ത്രീകൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പുനരുത്ഥാനത്താൽ തിരികെ കിട്ടി. ദാറ്റ്സ് റൈറ്റ്. പക്ഷേ അവിടെ മറ്റൊന്നുണ്ട്, മെച്ചപ്പെട്ട പുനരുത്ഥാനം ലഭിക്കേണ്ടതിന് അവർ പീഡനത്തെ ഏറ്റുവാങ്ങി. മെച്ചപ്പെട്ട പുനരുത്ഥാനത്തെ, കുറെ കൂടെ മെച്ചപ്പെട്ട പുനരുത്ഥാനം ലഭിക്കേണ്ടതിന് അവർ എന്ത് ചെയ്തു? അവർ വിടുതൽ കൈക്കൊള്ളാതെ പീഡനം ഏറ്റുവാങ്ങി. അങ്ങനെ ഒരു കാര്യം ഈ പറഞ്ഞ 39 പുസ്തകമുള്ള ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു എന്നാണ് സത്യവേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റ ഒരു ചരിത്രവും ഈ 39 പുസ്തകത്തിൽ ഇല്ല. എന്നാൽ മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ മർത്തശുമുനി അമ്മയും 7 മക്കളും അവര് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേൽക്കുന്നതായിട്ടും അവരുടെ പ്രസ്താവനയും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ യഹൂദന്റെയും ഹൃദയത്തിൽ മായാത്ത ഒരു ചിത്രമായി നിൽക്കുന്ന മക്കബയരുടെ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാർത്തശുമുനി അമ്മ. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ കഥാപാത്രമായിട്ടും പുതിയ നിയമസഭ, സുറിയാനി സഭ ഈ മാർത്തശുമുനിയെ 7 മക്കളെയും ഇന്നും വിശുദ്ധരായിട്ട് കണക്കാക്കുന്നത്. അവരൊരിക്കലും ചരിത്രപരമായി പുതിയ നിയമസഭയുടെ ഭാഗമല്ലാതിരുന്നിട്ട് പോലും, കാരണം അത്രമാത്രം 1-ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ആദിമ കാലഘട്ടത്തിലെ യഹൂദരെയും യഹൂദ ക്രൈസ്തവരെയും സ്വാധീനിച്ചതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. അതെവിടെയാണ് പറയുന്നത്? അത് പറയുന്നത് നിങ്ങൾ തിരസ്കരിക്കുന്ന ഈ ഡിയട്രാ കാനോനിക്കൽ ബുക്കായ 2 മക്കാബിയിലാണ് പറയുന്നത്. അനേക സ്ഥലങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഉദ്ധരണികൾ ഈ പറഞ്ഞ യേശുക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും ഈ ഡിയട്രോ കാനോനിക്കൽ ബുക്സ് എത്രമാത്രം സ്വാധീനിച്ചിരുന്നു, അവരുടെ ദൈവശാസ്ത്രത്തെയും പ്രബോധനത്തെയും ഷേപ്പ് ചെയ്യുവാൻ എത്രമാത്രം സഹായകമായിരുന്നു എന്ന് വളരെ വ്യക്തമാക്കുന്ന അതിന്റെ പ്രസന്റേഷൻ തന്നെ ചിന്തിച്ച ഭീമാകാരമായ ഒരു പ്രസന്റേഷൻ നടത്താനുണ്ട്. എന്നാൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് അതിലേക്ക് പോകുന്നതിൽ ഒരു ഭാഗം മാത്രം വായിക്കാം. മഹാജ്ഞാനത്തിന്റെ പുസ്തകം, ദ ബുക്ക് ഓഫ് വിസ്ഡം, അതിനകത്ത് 2-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ അന്ത്യം വാഴ്ത്തപ്പെട്ട, നീതിമാന്റെ വഴികളും അവന്റെ അന്ത്യവും വാഴ്ത്തപ്പെട്ടത് എന്ന് അവൻ പറയുന്നു. അവന്റെ പിതാവ് ദൈവമാണ് എന്ന് അവൻ പ്രശംസിക്കുന്നു. അവന്റെ വാക്കുകൾ സത്യമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അവന്റെ നിര്യാണത്തിൽ നമുക്ക് അത് പരീക്ഷിച്ചു നോക്കാം. അവന്റെ നീതിമാൻ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ താൻ അവനെ സ്വീകരിക്കും. അവൻ എതിര് നിന്നവരുടെ കൈകളിൽ നിന്നും അവനെ രക്ഷിക്കുമല്ലോ. അപമാനവും പീഡനവും കൊണ്ട് നമുക്ക് അവനെ ചോദ്യം ചെയ്യാം. ഇതാ നോക്കൂ, ഇതാണ് കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവർ പറയുന്നു, ഇവൻ ദൈവപുത്രനാണെങ്കിൽ ദൈവം അവനെ രക്ഷിക്കുമല്ലോ. ലെറ്റ് us examine him. അതെ, അവന്റെ നിര്യാണത്തിന്റെ സമയത്താണ് ഈ പരിശോധന നടത്തേണ്ടത്. ആ പരിശോധന നടത്തേണ്ട സ്ഥലം അതാണ്, നിര്യാണമാണ്. നോക്കൂ, അന്നത്തെ ആളുകളെ എത്രമാത്രം ഈ പറഞ്ഞ ഡിയോട്രോ കാനോനിക്കൽ ബുക്സ് സ്വാധീനിച്ചിരുന്നു എന്നതിന് ഇതിനേക്കാൾ കൂടുതൽ ഒരു തെളിവ് വേണോ? ഇതിന് അനേക തെളിവുകൾ നമുക്ക് എടുക്കാനുണ്ട്. എന്നാൽ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഇതിൽ ഏതാണ് എടുക്കുന്നത് എന്നുള്ള ചിന്താകുലം മാത്രമേ നമുക്കുള്ളൂ. സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകൾ, അത് അതിൽ തന്നെ സമ്പൂർണമാണ്, അത് അതിൽ തന്നെ സഫിഷ്യന്റ് ആണ്. സഫിഷ്യന്റ്
സഫിഷ്യൻസി ഓഫ് സ്ക്രിപ്ചർ എന്നുള്ള ഒരു സ്ക്രിപ്ചർ ഇന്റർപ്രറ്റ് ചെയ്യുവാൻ ആ സ്ക്രിപ്ചർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായി ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുമോ? സ്ക്രിപ്ചർ ദ സഫിഷ്യൻസി, ഇത് പറഞ്ഞു വരുന്നതാണ്. ഞങ്ങളുടേത് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് കാനോനാണ്. ഇതെവിടെയാണ് പലപ്പോഴും അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് നൈസർഗികമായി കിട്ടിയതാണ്, ഇത് പൊഴിഞ്ഞു വീണ് കിട്ടിയതാണ്. നൈസർഗികമായിട്ടുള്ളത് ഒന്നും തന്നെ ലിമിറ്റഡ് ആയിട്ട് വരില്ല. ഒരു കാട്ടിൽ ചെന്ന് നിങ്ങൾ ചെടികൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു തടമെടുത്ത് ഒരു ചതുരത്തിൽ അത് കൃഷി ചെയ്തെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. കൾട്ടിവേഷൻ, പ്ലാന്റേഷൻ കൃത്യമായി മോണിറ്റേർഡ് ആയിട്ടുള്ള, കൺട്രോൾഡ് ആയിട്ടുള്ള പ്ലാന്റേഷൻ ആണ് കൃത്യമായിട്ട് വരുന്നത്. അവിടെ ഒരു ക്രമം കാണുന്നുണ്ടെങ്കിൽ അവിടെ മാനുഷിക ഇടപെടലുണ്ട്. മനുഷ്യർ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആരോ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നതിനെ എടുത്തിട്ട് ഇത് ഞങ്ങൾക്ക് നൈസർഗികമായിട്ട് ഇങ്ങനെ കിട്ടുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നൈസർഗികത ഇല്ല. അതൊരു ബോഷ്ക് മാത്രമാണ്. പ്രകൃതി നിയമങ്ങളെ പരിഹസിക്കലും വെല്ലുവിളിക്കലും ആണ്, അല്പം ചിന്താശേഷി ഉള്ളവരെ പരിഹസിക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള വാദങ്ങൾ പലപ്പോഴും പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓറൽ ടീച്ചിങ്സും വരുന്നുണ്ട്. അല്ലാതെ കേവലമായിട്ട് ഈ എഴുതി വെച്ചത് മാത്രമാണ് ദൈവവചനം എന്നൊരു ചിന്ത പലപ്പോഴും നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് സുഹൃത്തുക്കൾക്ക് ഉണ്ടാകാറുണ്ട്. നമ്മളിപ്പോ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം നോക്കുമ്പോൾ അതിന് 25 ധാരാളം ഉദാഹരണങ്ങളുണ്ട്, എങ്കിലും ഞാൻ ചിലത് മാത്രമാണ് പറയുന്നത്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാമത്തെ അധ്യായം നിങ്ങൾ നോക്കൂ. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ മൂന്നാമത്തെ വാക്യം. ആമോന്റെ മകനായ യഹൂദ രാജാവ് യോശിയാവിന്റെ 13-ാം ആണ്ട് മുതൽ ഇന്ന് വരെ ഈ 23 സംവത്സരം യഹോവയുടെ വചനം എനിക്കുണ്ടാകുകയും ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങൾ കേട്ടില്ല. യഹോവ പ്രവാചകന്മാരായ തന്റെ സകലദാസന്മാരെയും ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ട് നിങ്ങൾ കേട്ടില്ല, കേൾക്കത്തക്കവണ്ണം നിങ്ങളുടെ ചെവി ചായ്ച്ചതുമില്ല. ഇതാ നോക്കൂ, യിരെമ്യാ പ്രവാചകൻ പറയുന്നു 23 വർഷം തുടർച്ചയായിട്ട് അദ്ദേഹം പ്രസംഗിച്ചു, അറിയിച്ചു. ദൈവത്തിന്റെ വചനമാണ് പ്രസംഗിച്ചത്. ഓറലായിരുന്നു. ദാറ്റ് വാസ് നോട്ട് റിട്ടൺ. അതിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവ എഴുതിയിരിക്കുന്നത് മാത്രമാണ് ദൈവിക തിരുവെഴുത്തുകൾ, ദൈവവചനം എന്നുള്ളത് എഴുതിയത് മാത്രമാണ് എന്നുള്ള ഒരു ചിന്തയാണ് പ്രൊട്ടസ്റ്റന്റ് ലോകം പൊതുവെ കൊടുക്കുന്നത്. എന്നാൽ എഴുതിയത് മാത്രമല്ല തിരുവചനം. നോക്കൂ, തെസലോനിക്ക ലേഖനം 1 തെസലോനിക്കർ 2-ാം അധ്യായം 13-ാം വാക്യം, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. ഞങ്ങൾ എഴുതിയതല്ല, ഞങ്ങൾ പ്രസംഗിച്ചത്, സംസാരിച്ചത്, അത് ഓറലി ട്രാൻസ്മിറ്റഡ്, അതായത് വാക്കുകളാൽ, ഞങ്ങളുടെ ഭാഷ, ഞങ്ങളുടെ ശബ്ദത്താൽ വന്നത്. അതുപോലെ തന്നെയാണ് 2 തെസലോനിക്കർ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 2 തെസലോനിക്കർ 3-ാം അധ്യായത്തിൽ ഇതേ കാര്യം തന്നെ പറയുന്നത്. ഞങ്ങളുടെ വാക്ക് നിങ്ങൾ കൈക്കൊണ്ടു, ഞങ്ങളുടെ വാക്ക് കൈക്കൊള്ളാതെ അകന്നു മാറുന്നവനോട് നിങ്ങളും അകന്നു മാറുവീൻ. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ പൗലോസ് ശ്ലീഹ ഇതേ കാര്യം പറയുന്നുണ്ട്. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പാരമ്പര്യം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന സഹോദരന്മാരുടെ അകന്നു മാറുവിൻ. പാരമ്പര്യത്തെ അവിടെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഇന്ന പുസ്തകങ്ങളിൽ ലിമിറ്റഡ് ആണ് എന്നുള്ളത് മാറിയിട്ട് അപ്പോസ്തോലിക് ട്രഡിഷൻ എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോസ്തോലിക് ട്രഡിഷൻ. അതുപോലെ തന്നെ ഈ നോൺ കാനോനിക്കൽ ബുക്സിനെ കുറിച്ചും കൂടെ പറയാം. നോൺ കാനോനിക്കൽ ബുക്സ് ഇഡിയോട്രോ കാനോനിക്കലും നോൺ കാനോനിക്കലുമായിട്ട് വ്യത്യാസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ നോൺ കാനോനിക്കൽ ബുക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സഭാചരിത്രകാരനായ യൂസേബിയോസിന്റെ ഗ്രന്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഉദ്ധരിക്കപ്പെട്ടിരുന്ന ധാരാളം പുസ്തകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ടൈമോൻ ഓഫ് ഫിലസിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ അരിസ്റ്റോക്ലിസ് പാസേജസ്, പിന്നെ ഉഗാർട്ടിക് ടേബിൾസിൽ നിന്നുള്ള ഉദ്ധരണികൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ യഹൂമേഴ്സസിന്റെ യാത്രയെ കുറിച്ച്, പാഞ്ചിയ ദ്വീപിലേക്കുള്ള യാത്രയെ കുറിച്ചുള്ള ഗ്രന്ഥം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ പ്ലേറ്റോണിസ്റ്റ് ഫിലോസഫറിനെ കുറിച്ച് രചനകളെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ന്യൂമേനിയസ് അപ്പാമയ എന്ന് പറയുന്ന മധ്യകാലഘട്ടത്തിലെ പ്ലേറ്റോണിസ്റ്റിന്റെ ഉദ്ധരണികൾ അദ്ദേഹം എടുക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം ഉദ്ധരണികൾ, ധാരാളം ഗ്രന്ഥങ്ങളെ ഈ സഭാചരിത്രകാരന്മാര് ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അതൊക്കെ നോൺ കാനോനിക്കൽ ബുക്സ് ആണ്. എന്നാൽ പ്രോട്ടോ കാനോനിക്കൽ, ഡിയോട്രോ കാനോനിക്കൽ ആൻഡ് നോൺ കാനോനിക്കൽ എന്ന് നിങ്ങൾ തരംതിരിച്ച് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഈ ഡിയോട്രോ കാനോനിക്കൽ ബുക്സിനെ നോൺ കാനോനിക്കൽ എന്ന് പറഞ്ഞാണ് തിരസ്കരിക്കുന്നത്. 1500 വർഷം അത് കാനോനിക്കൽ, എസ്പെഷ്യലി ഡിയോട്രോ കാനോനിക്കലായിട്ട് സഭയുടെ യാത്രയിൽ സഭയോട് കൂടെ ഇരുന്ന ഗ്രന്ഥങ്ങളെയാണ് നിഷ്കരണമായി തള്ളിക്കളയുന്നത് എന്ന് ഓർക്കുക. അതുപോലെ ലെറ്റർ ഓഫ് അരിസ്റ്റേയസ് ഉണ്ട്, ഫിലോക്രാറ്റോസിന് എഴുതിയിരിക്കുന്നത്. ആ ലെറ്ററിന്റെ ഒരു 5-2 ഭാഗം ജോസീഫസ് തന്റെ ഗ്രന്ഥത്തിൽ, തന്റെ സൃഷ്ടിയിൽ എഴുതിയിട്ടുണ്ട്.
അതിനകത്ത് നമ്മൾ ഈ എങ്ങനെയാണ് ഗ്രീക്ക് തർജ്ജിമ സെപ്റ്റുജിന്റ് രൂപപ്പെട്ടു വന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഫിലാഡൽഫസ് രാജാവിനോട് തന്റെ ലൈബ്രറിയെ ആവശ്യപ്പെട്ടിട്ട് ഈ പുസ്തകത്തെ തർജ്ജിമ ചെയ്യുന്നതും ആ തർജ്ജിമയുടെ രസകരവും അതേസമയം വിസ്മയകരവുമായ നാൾവഴികളെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദനെ സംബന്ധിച്ച് ആദിമ കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ വരവിന് സമീപിച്ച പരിസരങ്ങളിലുള്ള യഹൂദന്മാരും അതിനുശേഷമുള്ള ക്രൈസ്തവരും തങ്ങളുടെ ആധികാരിക ഗ്രന്ഥമായി ആ പുസ്തകത്തെ അവർ സ്വീകരിച്ചിരുന്നു. അത് ഡിയോട്രോ കാനോനിക്കൽ ബുക്സ് ഉൾപ്പെട്ടിരുന്നതായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. നിങ്ങൾ ഉദ്ധരണികളെ കുറിച്ച് പറയുമ്പോൾ ഈ പുതിയ നിയമത്തിലെ ഉദ്ധരണികൾ പഴയ നിയമത്തിലെ ഹീബ്രുവിൽ നിന്ന് വ്യത്യസ്തമായ ഉദ്ധരണികൾ, ധാരാളം ഉദ്ധരണികളെ നമുക്ക് കാണാൻ പറ്റും. ചില ഉദാഹരണങ്ങൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനത്തിൽ ദൈവമേ നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ സങ്കീർത്തനത്തിന്റെ ഒരു ഉദ്ധരണി കാണാൻ പറ്റും. എന്നാൽ അങ്ങനെ ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ എബ്രായ പഴയ നിയമത്തിൽ വായിച്ചാൽ ഇല്ല അവിടെ. എന്നാൽ അത് സെപ്റ്റുജിന്റിൽ വായിക്കുമ്പോൾ അവിടെ ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനകാരൻ എടുത്തുദ്ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചത് സെപ്റ്റുജിന്റ് ആണ്, ഹീബ്രു ബൈബിൾ അല്ല എന്ന് വളരെ വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ സെപ്റ്റുജിന്റ് ബൈബിൾ ആയിരുന്നു ആദിമ ക്രിസ്ത്യാനികൾ പ്രമുഖമായി ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞത്. ധാരാളമായ തെളിവുകളെ നമുക്ക് കാണാൻ പറ്റും. കൃത്യമായിട്ട് ഓൾഡ് ടെസ്റ്റമെന്റ് തന്നെ അവർ ഈ കൃത്യമായി ഈ പുസ്തകങ്ങളെ മാത്രം സ്വീകരിച്ചിട്ട് ബാക്കി പുസ്തകങ്ങളെ നിരാകരിച്ചു എന്നുള്ളതിന്റെ യാതൊരു സൂചനയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. മറിച്ച് അവർ ദൈവത്തിലാണ് ആശ്രയിച്ചിരുന്നത്. ദൈവം അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് അവരുടെ ഓരോ ശക്തികളും ഓരോ രീതിയിലാണ് പുസ്തകങ്ങളെ കണ്ടിരുന്നത്. ദൈവം പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. അവിടെ ദൈവാലയം നിലനിന്നിരുന്നു. ആ ഒരു സംസ്കാരം, ആ ഒരു ജനതയുടെ ജീവിത ശൈലി, ഇതിനെയെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ആദിമ നൂറ്റാണ്ടിൽ ക്രൈസ്തവർ എങ്ങനെയാണ് രൂപപ്പെട്ടത്, വിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റുമുള്ള ഒരു ജീവിതം അവരെങ്ങനെയാണ് നയിച്ചത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മ അവരോട് എങ്ങനെയാണ് സംസാരിച്ചിരുന്നത്, ഇതൊക്കെ ധാരാളം ആയ കാര്യങ്ങളാണ്. ഇപ്പൊ തോബിത്തിന്റെ പുസ്തകത്തിൽ, നമ്മൾ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, ധൂപകലശം ദൂതൻ ദൈവസന്നിധിയിലോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങൾ പഴയ നിയമത്തിൽ എവിടെ വായിച്ചാലും ദൂതൻ പ്രാർത്ഥനയായിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് പ്രൊട്ടസ്റ്റന്റുകാർ ചുമന്നുകൊണ്ട് നടക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ പ്രാർത്ഥന ദൂതൻ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന. പക്ഷെ നിങ്ങൾ തോബിത്തിന്റെ പുസ്തകം വായിച്ചു നോക്കൂ, തിരസ്കരിക്കുന്ന ഡിയോട്രോ കാനോനിക്കൽ ബുക്കാണ്. തോബിത്തിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ദൂതൻ പ്രാർത്ഥനയായിട്ട് പോകുന്നത് കാണാൻ പറ്റും. അപ്പൊ വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്ന വ്യക്തി തോബിത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദൂതം പ്രാർത്ഥനയുമായിട്ട് പോകുന്നു. നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് കാണിക്കൂ ദൂതം പ്രാർത്ഥനയുമായിട്ട് പോകുന്നത്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഏറ്റവും പ്രമുഖമായ കാര്യം, നമ്മൾ ഈ ഡിയോട്രോ കാനോനിക്കൽ ബുക്സിനെ, അതിന്റെ ആധികാരികതയെ നമ്മൾ തള്ളിക്കളയുമ്പോൾ നമ്മൾ തള്ളിക്കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാമോ, എബ്രായ ബൈബിളിൽ യെശയ്യായുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഒരു യുവതി ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ സെപ്റ്റുജിന്റ് വായിക്കുമ്പോൾ, ഗ്രീക്ക് പരിഭാഷയിൽ ആ സെപ്റ്റുജിന്റ് ബൈബിൾ വായിക്കുമ്പോൾ, അവിടെയാണ് കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കന്യകാ ജനനത്തിൽ വിശ്വസിക്കുന്ന ഒരു ക്രൈസ്തവനും, കന്യകാ ജനനത്തെ ഏറ്റുപറയുന്ന ഒരു ക്രൈസ്തവനും ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു തെളിവാണ് ഈ ഡിയോട്രോ കാനോനിക്കൽ ബുക്സ് അടങ്ങുന്ന സെപ്റ്റുജിന്റ് ആണ് തങ്ങളുടെ ഗ്രന്ഥം, ക്രിസ്ത്യാനിറ്റിയുടെ ഗ്രന്ഥം. മറിച്ച് എബ്രായ ബൈബിൾ, ബാബിലോണിയൻ ലിപിയിൽ എഴുതപ്പെട്ട എബ്രായ ബൈബിളാണ് തങ്ങളുടെ ഗ്രന്ഥമെങ്കിൽ കന്യകാജനനത്തെ തിരസ്കരിച്ചേ മതിയാകൂ, തള്ളിക്കളഞ്ഞേ മതിയാകൂ. നോക്കൂ, ക്രിസ്ത്യാനിറ്റിയുടെ ശത്രുക്കൾ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി വിസ്മയത്തോടെയും അതിലേറെ പകയോടെയും വെറുപ്പോടെയും നോക്കിക്കാണുന്ന, 2000 വർഷം ആക്രമിച്ചിട്ടും തകർക്കാൻ കഴിയാത്ത കന്യകാജനനം എന്ന ആ വിശ്വാസ സത്യത്തെ തകർത്തു കളയുവാൻ വേണ്ടിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഡിയോട്രോ കാനോനിക്കൽ ബുക്സിനെ തിരസ്കരിക്കുക വഴി, സെപ്റ്റുജിന്റെ ആധികാരികതയെ നിഷേധിക്കുന്നത് വഴി, സെപ്റ്റുജിന്റിനെ തന്നെ തിരസ്കരിക്കുന്നത് വഴി, മറിച്ച് ക്രിസ്ത്യാനിത്വത്തെ തകർക്കുവാൻ വേണ്ടി ബാർ അക്കോബയുടെ റബി അക്കീബായുടെ ഉദ്ദേശത്തെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇവർ നിൽക്കുന്നത്. പിന്നീട് സൈമൺ ബാർ കോബ എന്ന് പറഞ്ഞ മനുഷ്യനാണ് മശിഹ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു യുദ്ധമൊക്കെ നടത്തി. ആ യുദ്ധത്തിൽ സൈമൺ ബാർ കോബ കൊല്ലപ്പെടുകയും റബി അക്കീബ രക്തസാക്ഷിയായി തീരുകയും ചെയ്തു. അതോടെ ആ ചരിത്രം തീരുകയാണ്. ഒറ്റ കാര്യം മാത്രം ഞാൻ അവസാനമായിട്ട് പറയുകയാണ്, നിങ്ങൾ നിഷേധിക്കുന്നത് കന്യകാജനനത്തെയാണ്. കാരണം ഡിയോട്രോ കാനോനിക്കൽ ബുക്സ് അടങ്ങുന്ന സെപ്റ്റുജിന്റിലാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും.
ഒരു കാരണവശാലും ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങളുടെ പ്രാണം പറഞ്ഞു പോയാലും ഞങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു വിശ്വാസ സത്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ്